ഹായ് ഹലോ. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിലെ രണ്ടാമത്തെ തിയറിയായ നെറ്റ് ഇൻകം തിയറി എന്നുള്ളതാണ്. ഇതിനെ നമ്മൾ NOI തിയറി എന്നും നമ്മൾ ഇതിനകത്ത് പറയാറുണ്ട്. NOI അപ്രോച്ച് എന്നും ഇതിനകത്ത് പറയാറുണ്ട്. ഈ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി എന്ന് പറയുന്നത് വിച്ച് ഇസ് ഇറലവൻ്റ് ആയിട്ടുള്ളൊരു തിയറിയാണ്. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി എന്ന് പറയുന്നത് ഇറലവൻ്റ് തിയറിയാണ്. അതായത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഒരിക്കലും കമ്പനിയുടെ വാല്യൂവിനെ, കമ്പനിയുടെ ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേമിനെ ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ ഇത് ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നാണ് ഈ ഒരു തിയറിക്കകത്ത് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കുന്ന അസംഷൻസ് എന്ന് പറയുന്നത് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമുക്കറിയാം. ആൻഡ് കമ്പനിയുടെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അതെന്ന് പറയുന്നത് ബിസിനസ് റിസ്ക് ആണ്. ബിസിനസ് റിസ്ക് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കമ്പനിയുടെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യുന്നുള്ളൂ. ബിസിനസ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻറ്റേർണലും ഉണ്ട് എക്സ്റ്റേണലും ഉണ്ട്. ഓക്കെ, അത് മാത്രമേ കമ്പനീനെ അഫക്റ്റ് ചെയ്യുന്നുള്ളൂ. ആൻഡ് അതെപ്പോഴും എന്തായിരിക്കും, അൺചേഞ്ച്ഡ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. ആൻഡ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിട്ടായിരിക്കും ഇരിക്കുക. അതുപോലെ തന്നെ മൂന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ വീണ്ടും ഒരുപാട് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ ഫൈനാൻഷ്യൽ റിസ്ക് ഇൻക്രീസ് ചെയ്യണം. ഫൈനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കുന്നത് വഴി കമ്പനിക്ക് ഉണ്ടാകുന്ന റിസ്കിനെയാണ് ഫൈനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഫൈനാൻഷ്യൽ റിസ്ക് ഇൻക്രീസ് ചെയ്യുകയും അങ്ങനെ എന്ത് ചെയ്യും, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് വീണ്ടും കൂടുതൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എക്സ്പെക്റ്റ് ചെയ്യും. അതായത് KE എന്ത് സംഭവിക്കും, ഇൻക്രീസ് ചെയ്യും. അതുവഴി എന്ത് സംഭവിക്കും, നമ്മൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് എന്തെങ്കിലും ബെനഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടുന്നത് വഴി ഓഫ്സെറ്റ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ഈ ഗ്രാഫിലൂടെ മനസ്സിലാക്കാം. ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, അതായത് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് എന്ത് ചെയ്യും, കോൺസ്റ്റൻ്റ് ആയിരിക്കും ഇറസ്പെക്റ്റീവ് ഓഫ് ദ യൂസ് ഓഫ് ക്യാപിറ്റൽ. നമ്മൾ വീണ്ടും ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ചാലും ഒരിക്കലും കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് മാറുന്നില്ല. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു എന്നാണ് നമ്മുടെ അസംഷൻ. ആൻഡ് ഈ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഉപയോഗിക്കുമ്പോൾ തുടക്കത്തിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്തായിരിക്കും, സെയിം ആയിരിക്കും അല്ലെങ്കിൽ കുറയുകയാണെങ്കിൽ പിന്നീട് ഗ്രാജ്വലി അത് എന്ത് സംഭവിക്കുന്നു, ഇൻക്രീസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് വീണ്ടും ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കുന്നത് വഴി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ത് ചെയ്യും, കൂടി വന്നുകൊണ്ടിരിക്കും. അതായത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടുകയാണ്. അപ്പോൾ നമുക്ക് ഈ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉണ്ടാകുന്ന ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുക എന്നുള്ളൊരു പ്രക്രിയ എന്തായി മാറുന്നു, ഈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടുന്നത് വഴി ഓഫ്സെറ്റ് ആയി പോവുകയാണ്. അതായത് നമുക്ക് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കിട്ടിയ ബെനഫിറ്റ് എന്താണോ, അതായത് ഏറ്റവും ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് ഫണ്ട് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് കിട്ടിയ ബെനഫിറ്റ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടുന്നത് വഴി എന്തായി സംഭവിക്കുന്നു, ഓഫ്സെറ്റ് ആയി പോകുന്നു. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു, കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കോൺസ്റ്റൻ്റ് ആവുന്നത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു, വാല്യൂ ഓഫ് ദ ഫേമും എന്ത് ചെയ്യുന്നു, കോൺസ്റ്റൻ്റ് ആണ്. അതായത് അതിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അതാണ് ഈ ഒരു തിയറിക്കകത്ത് പറയുന്നത്. അപ്പം നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറിക്കകത്ത് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ വീണ്ടും ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ എന്ന് പറയുന്നത് കമ്പനിയുടെ വാല്യൂ ഓഫ് ദ ഫേമിന് ഇറലവൻ്റ് ആണ്. നമ്മൾ എത്രത്തോളം, അതായത് ഈ ലിവറേജ് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി യൂസ് ചെയ്യുന്നത് കൊണ്ട് കമ്പനിയുടെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അഫക്റ്റ് ചെയ്യുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ബിസിനസ് റിസ്ക് ആണ്. ആ ബിസിനസ് റിസ്ക് എന്ത് ചെയ്യുന്നു, കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ വീണ്ടും ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കുമ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിസ്ക് പെർസെപ്ഷൻ കൂടുകയും അവരെന്ത് ചെയ്യുന്നു, അവരുടെ ഫിനാൻഷ്യൽ റിസ്ക് കൂടുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ത് സംഭവിക്കും, ഇൻക്രീസ് ചെയ്യും. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഉപയോഗിച്ചത് വഴി നമുക്ക് കിട്ടിയ ബെനഫിറ്റ് എന്തായി പോകുന്നു, ഓഫ്സെറ്റ് ആയിട്ട് പോവുകയാണ്. അതാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറിക്കകത്ത് പറയുന്നത്. ഇതിനെ ഇറലവൻറ്റ് തിയറി എന്നും പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ അടുത്ത തിയറിയുമായിട്ട് വരാം. ഓക്കെ, താങ്ക് യു.